ഹലോ ഗായ്സ്, ഇതാണ് ഇത് മെച്ചല്ല, അതിൻ്റെ ഇത് മെച്ചല്ല. ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് അഗൈൻ. ഇന്ന് സംഭവം എന്താ അറിയോ, നമ്മളെ മിന്നാമിന്നില്ലേ, ആ മിന്നാമിൻ്റെ മൂട്ടിലുള്ള ആ ബൾബ് ലൈറ്റ്, അതെങ്ങനെയാണ് ആ ഒരു ലൈറ്റ് ഉണ്ടാവുന്നത് എന്ന് നിങ്ങൾക്കറിയോ? അറിയായിരിക്കും, പക്ഷെ ഞാൻ പറയുന്ന കൂടി നിങ്ങൾ കേൾക്കണം. കാരണം ഞാൻ ഈ അടുത്താണ് വീഡിയോ എടുത്തോട്ടെ. എന്നിട്ട് ഞാനിപ്പം അറിയണത്, അപ്പം ഞാൻ അറിയുന്ന കാര്യങ്ങൾ നിങ്ങളെയും കൂടി അറിയിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഓക്കെ, ഇങ്ങനെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എന്താ പറയുക, മിന്നാമിന്നില്ലേ, മിന്നാമിൻ്റെ അടിവയറ്റിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു എന്താ പറയുക, ഒരു ഭാഗമുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഈ ലൂസിഫറിൻ എന്നും പറഞ്ഞിട്ടുള്ള ഒരു പദാർത്ഥമുണ്ട്. നമ്മൾ ഈ ശ്വാസം എടുക്കൂല, അതുപോലെ തന്നെ മിന്നാമിന്നി ശ്വസിക്കുമ്പോൾ ഈ ഓക്സിജൻ അവിടേക്ക് ചെന്നിട്ട് ഇതുമായിട്ട് എന്താ പറയുക, ഒരു രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാവുന്നതാണ് ആ വെളിച്ചം. അപ്പോൾ ഇതിൽ എന്താ പറയുക, ഇതിൻ്റെ പ്രകാശം കൂട്ടാനും വേണ്ടിയിട്ട്, അതിൻ്റെ അത് കൂട്ടാനും ഇതാക്കാനും വേണ്ടിയിട്ട് ഒരു ലൂസിഫറേസ് എന്നും പറഞ്ഞിട്ടുള്ള ഒരു എൻസൈനും കൂടി ചേരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എനിക്ക് എവിടെ നിന്നാണ് കിട്ടിയെന്ന് വെച്ചെങ്കിൽ, ഓഫ്കോഴ്സ് ജെമിനിയിൽ നിന്നുമാണ്. പെട്ടെന്ന് എനിക്കിങ്ങനെ തോന്നി, മിന്നാമിൻ എങ്ങനെയായിരിക്കും പ്രകാശിക്കുന്നത് എനിക്ക് അങ്ങനെ ചിന്തിച്ച്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോഴാണ് ചിന്തിച്ചത്. ഇതൊക്കെ ഓൾറെഡി നേരത്തെ എല്ലാവരും ചിന്തിച്ച് അറിഞ്ഞിട്ടുള്ള കാര്യമായിരിക്കും, പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാതിരിക്കാൻ നിവർത്തില്ല, കാരണം എനിക്ക് കോൺസെപ്റ്റ് വേണമല്ലോ. ഓക്കെ, അപ്പം ആ സംഭവം അങ്ങനെ പ്രകാശിക്കുന്നത്, ഇത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ജെമിനിയോട് ചോദിച്ചിട്ട് ഇതിങ്ങനെ എല്ലാ കാര്യം പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ എന്താ പറയുക, വേറൊരു കാര്യം കൂടിയും പറഞ്ഞേ. ഇത് പ്രകാശിക്കുന്നത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണെന്ന്. ഈ ലൈറ്റ് ഓല് പുറപ്പെടുവിക്കുന്നത്, ഈ മിന്നാമിന്നുകൾ ലൈറ്റ് പുറപ്പെടുവിക്കുന്നത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്നെന്ന് വെച്ചെങ്കിൽ പ്രകാശിപ്പിക്കുന്നത് അതിൻ്റെ പാർട്ട്ണറെ ആകർഷിപ്പിക്കാനാണെന്ന്. എനിക്കതാണ് സ്ട്രൈക്ക് ആയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഓല് പറയുന്നത്, മിന്നാമിനികൾക്ക് അവരവരുടേതായ കോഡ് ഭാഷകൾ ഉണ്ടല്ലോ. എല്ലാ മിന്നാമിനികളും ഒരുപോലല്ല ലൈറ്റ് പ്രകാശിപ്പിക്കണമെന്നാണ് പറയുന്നത്. അതായത് ഓരോ താളത്തിലാണല്ലോ. ഇപ്പം വായുവിലൂടെയാണ് ആണ് മിന്നാമിനികളൊക്കെ, ബോയ്സൊക്കെ അവിടെയാണ് ചില്ലയിനെ. അപ്പം ഈ ചെടികളിൽ എവിടെയെങ്കിലും ഇലകളിലൊക്കെ ഇരിക്കണ ലേഡീസേക്കും മിന്നാമിനികൾ. അപ്പം ഈറ്റിങ്ങൾ എന്താക്കും, ബോയ്സ് എന്താക്കും, മറ്റോലെ കാണിച്ചാനും വേണ്ടിയിട്ട് ഓല് ഒരു സിഗ്നൽ കൊടുക്കും, ലൈറ്റ് ഇട്ടിട്ട്, മൂട്ടിൽ ലൈറ്റ് ഇട്ടിട്ട്. ആൺകുട്ടികൾ മൂട്ടിൽ ലൈറ്റ് ഇട്ടിട്ട്, ബോയ്സ് ഇങ്ങനെ ഈ വായുന്ന് ഓൽക്ക് സിഗ്നൽ കൊടുക്കും. അപ്പോൾ അത് ഇഷ്ടപ്പെടുന്ന ഈ ചെടികളിലും ഇവിടെയൊക്കെ കിടക്കണ മിന്നാമിനികൾ ഓലും ബൾബിൽ വെച്ചിട്ട് ഓലും സിഗ്നൽ കൊടുക്കും. അങ്ങനെ ഓല് തമ്മിലൊരു കോൺവെർസേഷൻ അവിടെ ഉണ്ടാവും. അതെനിക്ക് ഈ ശരിക്കും പറഞ്ഞാൽ ഞാൻ അന്തം വിട്ടിക്കുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ, ആ സംഭവമല്ലേ, ഒന്നാലോചിച്ച് ചെയ്യുക. നമ്മളിപ്പോൾ വർത്താനം പറയുക കാര്യങ്ങളൊന്നും അല്ല, ജസ്റ്റ് ഒരു വെളിച്ചത്തിൻ്റെ ആ ഒരു ഇതിലാണ് ആ ഒരു സംഭവം തന്നെ. എന്നിട്ട് അതൊന്ന് എന്നിട്ട് പിന്നെ എന്താ പറയുക, അത് ഒരു കാരണം. രണ്ടാമത്തെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്താ പറയുക, ഇവരെയും ഭക്ഷിക്കുന്ന വേറെ ജീവികളുണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ ഓലത്തുനിന്ന് രക്ഷപ്പെടാനും വേണ്ടിയിട്ട് അതും ഒരു സൈസ് കോൺവെർസേഷനാണ്. അതായത് ഇവര് ഓരോ താളത്തിലാണ് ആ ലൈറ്റ് പ്രകാശിപ്പിക്കുക. ഓല് പറയും ഇങ്ങനെ, ഓല് മനസ്സിലാക്കി കൊടുക്കുകയാണ്, ഇന്ന രുചിയൊന്നുമില്ല, ഞാൻ കൊള്ളൂലാത്താണ്, ഞാൻ അത്ര വലിയ ഹെൽത്ത് കണ്ടീഷനല്ല, ബി പിയും ഷുഗറൊക്കെ ഉള്ള ആളാണ്, അതുകൊണ്ട് ഇന്നെ തിന്നണ്ട, എന്നെ കൊള്ളൂലെന്നൊക്കെ ഉള്ളത് ഓല് ആ ബൾബ്, ആ ലൈറ്റ് പ്രകാശിപ്പിക്കുന്നതിനനുസരിച്ചിട്ട് ഈ തിന്നാൻ വരുന്ന ജന്തുക്കൾക്ക് മനസ്സിലാവുകയല്ലോ, അതിനും വേണ്ടിയിട്ടാണ്. അത് എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നി. എനിക്കിത് അത്ഭുതമായിട്ട് ഇത്രയും എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ പറയാൻ കാരണം, ഞാനിപ്പോഴാണ് അത് അറിയുന്നത്. അതുകൊണ്ടാണ് ഞാൻ അറിയാൻ ശ്രമിച്ചിട്ടില്ല, അത് ഞാൻ കുറച്ച് വൈകിപ്പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് സാരമില്ല, ഓക്കെ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇങ്ങനെ പല ജന്തുക്കളെ കാര്യങ്ങളുണ്ടാവും, പലതും പല വെറൈറ്റി കഥകളേക്കും. ഒരു സൈസ് ഇൻട്രസ്റ്റിംഗ് ആണ്. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിപ്പോയി. അത് കേട്ടാൽ ഞാൻ വായിക്കുന്നു ജെമിനിയിൽ. അപ്പം അടിപൊളി, കൊള്ളാം. പിന്നെയെന്ന് വെച്ചെങ്കിൽ ഈ ബൾബ് മീൻസ് എന്താ, ഞാൻ ബൾബ് എന്ന് ഉദ്ദേശിക്കുന്നത് ലൈറ്റ്. ആ ലൈറ്റ്
കത്തിക്കുമ്പോൾ നമ്മളിവിടെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ബൾബ് കാര്യങ്ങളൊക്കെ കത്തണല്ലേ. പക്ഷെ അതിങ്ങനെ ലൈറ്റ് ഇട്ടുകൊണ്ടിരിക്കും തോറും അതിന് ചൂടും കാര്യങ്ങളൊക്കെ വരുമല്ലോ. പക്ഷെ മിന്നാമിനികളുടെ ചൂട് വരില്ല. ഓൽക്ക് അങ്ങനെ ചൂട് വന്നു കഴിഞ്ഞാൽ ഓൽക്ക് താങ്ങാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ അത് ഒരു തണുപ്പായിരിക്കും, ഒരു കൂളായിരിക്കും. ഓലെ ലൈറ്റ് പ്രകാശിക്കുകയാണെങ്കിൽ തന്നെ ഓൽത് അതിൽ ചൂടല്ല അനുഭവപ്പെടുക, തണുപ്പായിരിക്കും. ഇതൊക്കെ അതിലുള്ള കേട്ടോ, ഞാൻ ജെമിനിയിൽ നോക്കിയതാണ്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ കൊള്ളാൻ അടിപൊളിയാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഞാൻ അങ്ങനെയൊക്കെ പറയണോ? വേണ്ടല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഓക്കെ, ബൈ.